എല്ലാ ഓപ്ഷനും ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. കാര്യങ്ങളെല്ലാം വരുന്ന 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. 2008 അടക്കം വരും. പിന്നെ യങ്സ്റ്റേഴ്സ്, അതായത് ഇപ്പോഴത്തെ കോളേജ് പിള്ളേർ അങ്ങനത്തെ അവർക്കൊക്കെ മോഡിഫൈ ചെയ്യാനൊന്നും ഇല്ല. ഇത് 800 തന്നെ ഭയങ്കര സംഭവമാണ്. ഇതിപ്പോ ഇൻഷുറൻസ് ഒരു 2 ആഴ്ച അങ്ങനെ ബാലൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പുതിയ ഇൻഷുർ എടുത്തിട്ട് കൊടുക്കും. അതായത് ഒരു ഓഫർ എന്നുള്ള ആൾക്ക് 1,59,000 രൂപക്ക് പുതിയ ഇൻഷുർ എടുത്ത് കൊടുക്കാം. അത് മാത്രമല്ല, വണ്ടിക്ക് വേറെ ഒരു എക്സ്ട്രാ ലുക്ക് എന്ന് പറയുന്നത്, വണ്ടി എവിടെയും ആ ലൈനിങ് തെറ്റിയില്ല. അങ്ങനെ ബോഡിക്കോ അല്ലെങ്കിൽ വർക്കൊന്നും ചെയ്തിട്ടില്ല. തലയെടുപ്പുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സാസ് യൂസ്ഡ് കാസിൽ സൈനുകാ സ്വാഗതം. ഓക്കെ, അപ്പോൾ നോമ്പൊക്കെയാണ്. ഇനിയിപ്പോ പെരുന്നാൾ കഴിഞ്ഞിട്ട് നല്ലൊരു അടിപൊളി കച്ചവടമൊക്കെ നടക്കാൻ പോവായിരിക്കും അല്ലേ? പെരുന്നാളിന്റെ സമയം ഏകദേശം. അപ്പോൾ അത് പ്രതീക്ഷിച്ച് വണ്ടികൾ നോക്കുന്ന ആൾക്കാരുണ്ടോ? നല്ല ബഡ്ജറ്റ് വണ്ടികൾ. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണോ ഈ വീഡിയോ? അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നമ്മളിപ്പോ കുറച്ച് വണ്ടികൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. എത്ര സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്ര തൊട്ടുണ്ട്? സ്റ്റാർട്ടിംഗ് ഇപ്പോ ഇന്ന് ഒരു 28 രൂപ മുതൽ 28,000 മുതൽ മേലോട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഉള്ള ഒരു കാറ്റഗറിയാണ്. ഓക്കെ, കണ്ണൂർ ചാലോടാണ് ലൊക്കേഷൻ വരുന്നത്. ചാലോട്, കണ്ണൂർ ടു ഇരിട്ടിയിൽ ചാലോട് ടൗണിൽ നിന്ന് ഒരു 300 മീറ്റർ റോഡിൽ എയർപോർട്ട് റോഡിൽ അതാണ് ലൊക്കേഷൻ വരുന്നത്. സാസ്കാസ് റോഡ് സൈഡിൽ തന്നെയാണ്. നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എത്ര വരെയുള്ള കാറുകളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ? ഇപ്പോൾ നിലവിൽ ഇവിടെ ഇപ്പോൾ പിന്നെ എന്താ പറയുക, ഒരു 3ന്റെ ഉള്ളിലുള്ള വണ്ടികളാണ് കൂടുതലും. ഓക്കെ, 1,00,000, 1,10,000, 90, 70 ആ ഒരു റേഞ്ചിലുള്ള വണ്ടികളാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ വണ്ടികൾ കുറച്ച് ഈ ആഴ്ച വരാനുണ്ട്. അപ്പൊ നമ്മള് വീഡിയോ പെട്ടെന്ന് ചെയ്യേണ്ടത് കൊണ്ട് മുമ്പ് സ്റ്റാർട്ടിങ് നമ്മൾ അന്നേ ഉദ്ദേശിച്ചല്ല, കഴിഞ്ഞ ആഴ്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് വണ്ടികൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളത് സ്റ്റോക്കിൽ വരാനും നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഏത് വിധത്തിലുള്ള വണ്ടി, ഏത് കാറ്റഗറിയിലുള്ള വണ്ടി ചെയ്ത് കൊടുക്കാം. റീവണ്ടി, ഇന്നോവ അങ്ങനത്തെ ഒക്കെ ചെയ്യാറുണ്ട്. എല്ലാം ചെയ്യാറുണ്ട്. ഏത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വിട്ടുവരുത്. വീഡിയോയിലോട്ട് അടിച്ചു പൊട്ടിക്കണ്ട. അതെ. ആദ്യ വാഹനം ആൾട്ടോ 800 ആണ്. KL 13 രജിസ്ട്രേഷൻ വണ്ടി. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2012 ലാസ്റ്റ്, അതായത് 13 മോഡലില്ലാന്നേ ഉള്ളൂ. 12 ഡിസംബർ 30 അങ്ങനെ ഇറങ്ങിയത്. നല്ല വണ്ടി. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ. എത്ര ഓട്ടം പോയി? 1 സംതിങ് ഓടി, 110 ഓടി. 2013 വണ്ടിയല്ലോ പറഞ്ഞത്? 13 മോഡലില്ല, 12 ലാസ്റ്റ്. അതെ. ഓക്കെ, ക്ലെയിമോ റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. നല്ല കണ്ടീഷൻ വണ്ടി. സെക്കൻഡ് ഹാർസ് ഓണർ. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്കൊരു 1,45 കൊടുക്കാം. 1,45,000 2012 ആൾട്ടോ 800 LXi. അത് റംസാൻ ഓഫർ. ഓക്കെ, ലോൺ എത്ര കയറും? ലോൺ ഏകദേശം ആ പൈസ തന്നെ കയറും. ഒരു 1,40, 1,35 ഒക്കെ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കിട്ടാൻ ചാൻസ്? ലോൺ എന്ന് പറയാം. 1,40 കൊണ്ടുപോകാം. ഓക്കെ, നല്ല വണ്ടിയാണ്. റീപ്ലേസ് ഇല്ല, മെക്കാനിക്കും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ചെറിയൊരു ബോണറ്റിന് അത് കൈവച്ച് പ്രസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അത് പിന്നെ ടച്ചപ്പ് ചെയ്തിട്ടില്ല. ടയർ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്ക് 2 ടയർ കുറവുണ്ട്. ഫ്രണ്ട് 2 ആവറേജ് ഉണ്ട്. അത്യാവശ്യം ഒരു മിനി സെറ്റുണ്ട്. അത്രയാണ്. അടുത്ത ഇയോൺ ആണ്. സെയിം 800cc വണ്ടി തന്നെ. KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ. അതെ, 2013 മോഡൽ. 2013 സെക്കൻഡ് ഓണർ. നല്ല റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ. ഗ്ലാസിന് ചെറിയൊരു പൊട്ടുണ്ട്. നല്ല AC കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി. 2 ഡോർ പവർ വിൻഡോ വരുള്ളൂ. ഇറ പ്ലസ് ആണ്. 2013 800cc വാഹനമാണ്. അത്യാവശ്യം ടയർ ഭാഗം കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നീറ്റ് ഉണ്ട്. ഗ്ലാസ് കസ്റ്റമർ വരാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. വേണമെങ്കിൽ അങ്ങനെ ആ ഒരു റേറ്റിൽ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതേ ആ റേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓട്ടോ എത്ര പോയത്? ഇത് 80 സംതിങ് ആണ്. 80 സംതിങ് കൂടി ഉണ്ട്. നേരത്തെ പറഞ്ഞ 800-നേക്കാൾ ഒരു 1-2 മൈലേജ് കുറയും. ഇതൊരു 16-17 വരെയൊക്കെ ഉണ്ടാവും. 800 അത്ര മൈലേജ് കിട്ടില്ല, എന്നാലും അത്യാവശ്യം ചെറിയ വണ്ടിയാണ് മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, എത്രയാ ഇപ്പോൾ? ഇത് നമുക്ക് കൊടുക്കാം, ഒരു 1,21 കൊടുക്കാം. 1,21,000 രൂപയ്ക്ക് 2013 ഇയോൺ നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടോ? പൈസ ലോൺ കിട്ടും. 2013 1,30, 1,40 ലോൺ കിട്ടുന്നില്ല. ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോണിൽ കൊടുക്കും. അടുത്ത വണ്ടിയിലോട്ട് പോലെ
ടാറ്റ ഇൻഡിക വിസ്റ്റ ആണ് അടുത്ത വാഹനം. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2013 ഫുൾ ലോഡ് വണ്ടിയാണ്. ഏറ്റവും ടോപ്പാണ്. ഫുൾ ലോഡ് വണ്ടി, അതായത് റിയർ വൈപ്പർ, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നത്. അലോയ്സ് അന്ന് വരുന്നില്ലേ? അലോയ്സ് അന്ന് വന്നിട്ടില്ല. ഓക്കെ. ബാക്ക് വൈപ്പർ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ബാക്ക് വൈപ്പർ അടക്കം. ഓക്കെ, എല്ലാം വരുന്നുണ്ട്. അന്നേരം അലോയ് ഉണ്ടായിട്ടുണ്ടാവില്ല. 13 അല്ലേ പറഞ്ഞേ? 2013. എത്ര ഓട്ടം പോയി? ഇത് 1,47,000 അങ്ങനെ എന്തോ. ഓക്കെ, 1.47 ക്വാർട്ടർ റേറ്റ് എഞ്ചിനാണ്. മൈലേജ് ആണ് ഇതിന്റെ ഹൈലൈറ്റ്. മൈലേജ് ആണ് 24-25 മൈലേജ് കിട്ടുന്നുണ്ട് പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്കൊരു 20 ഉപയോഗിക്കുന്നവർ പറയുന്നത്. ഓക്കെ, 20 ആവറേജ് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റും. ഏതിലും വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇതില് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അത്യാവശ്യം ഈ ഒരു ഓട്ടത്തിനുള്ള പിന്നെ എന്താ പറയുക, സ്ക്രാച്ച്, ബാക്കിലെ ടൈൽ ലാമ്പിന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, ചെറിയ വർക്ക് അങ്ങനെയുള്ള. വേറെ ചെയ്യാനൊന്നുമില്ല, ഓടാൻ ചെയ്യാനുണ്ട്, ബീഡിങ് പോയിട്ടുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓടാനും വേണ്ടിയിട്ട് മെക്കാനിക്കൽ വർക്കൊന്നും ചെയ്യണ്ട, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതുപോലുള്ള ചെറിയ വർക്ക്. എത്ര കൊടുക്കാത്? ഇത് നമുക്കൊരു 1,19 കൊടുക്കാം. 1,19,000 2013 കോട്രാജ് ഇൻഡിക്ക വിസ്റ്റ കൊണ്ടുപോകാം അല്ലേ? ഫുൾ ലോണും. ലോൺ കിട്ടൂല? ലോൺ ചാൻസ് ഇല്ല. ലോൺ ചെയ്യാം, വിസ കിട്ടുന്നുണ്ട്. ശ്രീരാമൊക്കെ ചെയ്യുന്നുണ്ട്. എത്ര കിട്ടും? അത്യാവശ്യം ₹1 അടുത്ത്, ഒരു ₹50 വരെ ചെയ്യാം, കിട്ടും. നോക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. ഒരു പഴയ ഷേപ്പ് വാഗണറാണ് അടുത്ത വാഹനം. എങ്ങനെ കാര്യങ്ങൾ? ഇത് 2008 മോഡലാണ്. ഓക്കെ, 2008 LXI തന്നെയാണ്. പിന്നെ KL13 തന്നെ, കണ്ണൂർ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, പേപ്പറിന്റെ അവസ്ഥ 2028 വരെ റിന്യൂവലും കാര്യങ്ങളൊക്കെ പേപ്പറൊക്കെ ഫിറ്റ് ആണ്. ഓക്കെ, പിന്നെ അത് കൂടാതെ സിംഗിൾ RC ഓണറാണ്, സെൻട്രൽ ലോക്ക് ഉണ്ട്, റീപ്ലേസ് ഇല്ല. ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓണർഷിപ്പാണ്. പിന്നെ അതുപോലെ കമ്പനി സീറ്റ് അവർ അതൊക്കെ പ്രത്യേകം കാണിച്ചു കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി അത്യാവശ്യം മാത്രമല്ല, നന്നായിട്ട് അത്യാവശ്യം നല്ല വൃത്തിയിൽ യൂസ് ചെയ്ത ആളാണ്. അത് മാത്രമല്ല, വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടയർ ഭാഗങ്ങൾ, ടയർ 4 അത്യാവശ്യം നല്ല ബട്ടണുള്ള ടയറാണ്. പിന്നെ ബോഡിയിലധികം എവിടെയും റീപെയിന്റ് കാര്യങ്ങളൊന്നും അങ്ങനെ കയറിയിട്ടില്ല. പിന്നെ സിംഗിൾ RC ആണ്, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്, AC, പവർ സ്റ്റിയറിംഗ്. 28 വരെ പേപ്പറുള്ള വാഗണറാണ്, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. എത്ര കൊടുക്കാം ഇത്? നമുക്ക് ഒരു 1,05,000 രൂപക്ക് സെക്കൻഡ് ചാവി അടക്കം കൊടുക്കാം. സെക്കൻഡ് ചാവി അടക്കം ഉണ്ട്. ഓക്കെ, 1,05,000 രൂപയ്ക്കാണ് 2028 വരെ പേപ്പറുള്ള ഈ ഒരു വാഗണർ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. എസ്പെഷ്യലി ഇതൊരു ഓഫർ പ്രൈസ് ആണ്. അതെ, ഇത് നമ്മളിവിടെ 1,4 ചോദിച്ച വണ്ടിയാണ്. 1,4 ചോദിച്ചാൽ എന്തായാലും ഇത്ര കുറയുമെന്ന് അറിയാലോ. ഓക്കെ, അപ്പോൾ ഇത് 1,5 എന്ന് പറയുന്നത് ഇത് റേറ്റ് ഫൈനൽ റേറ്റ് ആണ്. പറഞ്ഞ എല്ലാത്തിനും കൊണ്ടുപോകാം. ചില വണ്ടികളിൽ ചെറിയ മാറ്റം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും, അതുതന്നെ അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത ആൾട്ടോ 800 ആണ്, KL13 വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇത് KL13 തന്നെയാണ്. നമ്മളിപ്പോൾ കാണിച്ച വണ്ടി 2012 ലാസ്റ്റ് വണ്ടി, അത് KL13Z തന്നെയാണ്. ഇതും KL13Z തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിന് എത്രത്തോളം ഇങ്ങോട്ടുണ്ടെന്ന് അറിയാലോ. അധികം 12 ഫസ്റ്റ് അല്ല, ഇത് 13 ആണ്. 13 മിഡിൽ വരുന്ന വണ്ടിയാണ്. LXI തന്നെയാണ്. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. പിന്നെ എന്താ പറയാ, ബോണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പക്ഷെ ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. റീപ്ലേസ് ഉണ്ടെങ്കിലും ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 2 ടൈമിൽ മാറിയതാണോ എന്തെങ്കിലും അറിയോ? അത് കമ്പനിയിൽ തന്നെ മാറിയതായിരിക്കും. എന്തായാലും ആപ്രോണും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നവും റേഡിയേറ്റർ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അങ്ങനത്തെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, ഇത് നമുക്ക് പിന്നെ അത് പറയാൻ കാരണം ഹിസ്റ്ററി എന്തായാലും നോക്കിയിട്ടില്ല, അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ എന്തൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റൂല. നോക്കിയാൽ അറിയാൻ പറ്റും. ബോണ്ട് ബുക്കിയാൽ അറിയാം നമുക്ക് അപ്രോണിന് വർക്ക് എടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്രോണിന് വർക്ക് എടുത്ത വണ്ടികൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കൂല. കാരണം അത് വിറ്റ് ഒഴിവാക്കുക എന്ന് പറയുന്നത് പറഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ അത് പോവില്ല. അതുകൊണ്ട് അതിന് നിൽക്കാറില്ല, കാരണം പൈസ ഡെഡ് ആവുന്നത് കൊണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് പോലെ ഇതും കൊടുക്കാം. എത്ര കൊടുക്കാം? നമ്മൾ റേറ്റ് പറയുമ്പോൾ അത്യാവശ്യം കഴിഞ്ഞ വീഡിയോയിലൊക്കെ നെഗറ്റീവ്സ് വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചീപ്പായിട്ടുള്ള വണ്ടികൾക്ക് അതിൻ്റെതായ പോരായ്മ ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്നത് അതായത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്. അത്യാവശ്യം റേറ്റ് കുറച്ചിട്ട് നല്ല സാധനമാണ്. ഇതിനിപ്പോൾ ഈ റീപ്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്. വേറെ
മറ്റുള്ള അപ്രോൺ വർക്കോ അല്ലെങ്കിൽ മറ്റുള്ള കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. ഇതിപ്പോൾ ഇൻഷുറൻസ് ഒരു 2 ആഴ്ച അങ്ങനെ ബാലൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പുതിയ ഇൻഷൂർ എടുത്തിട്ട് കൊടുക്കും. അതായത് ഒരു ഓഫർ എന്നുള്ള നിലക്ക് 1,59,000 രൂപയ്ക്ക് പുതിയ ഇൻഷൂർ എടുത്ത് കൊടുക്കാം. 1,59,000 2013 പുതിയ ഇൻഷുറൻസിൽ ഈ ഒരു ആൾട്ടോ 800 കൊണ്ടുപോകാം. അതെ, പുതിയ ഇൻഷൂർ എടുത്തിട്ട് ആൾട്ടോ 800 AC, പവർ സ്റ്റാറിങ്, പവർ വിൻഡോ എല്ലാം വർക്കുള്ള നല്ല നീറ്റ് വണ്ടി 800 ഉണ്ടാവും. അത് മാത്രമല്ല, എസ്പെഷ്യലി ഈ കളറ് ഗ്രേ കളർ എന്ന് പറഞ്ഞാൽ ആൾട്ടോ 800 മാർക്കറ്റുള്ള കളർ. അതെ, ഒരു ഐഡന്റിറ്റി കളറാണ്. അതെ അതെ. ഓക്കെ, ലോണ് മാക്സിമം കിട്ടും? ലോണ് അത് ഏകദേശം അതിനടുത്ത എമൗണ്ട് ഒരു 1.40 എന്തായാലും ലോൺ കയറും. ഓക്കെ, ഫസ്റ്റ് ഷേപ്പ് സ്വിഫ്റ്റ് ആണ് അടുത്തത്. KL 14 രജിസ്ട്രേഷൻ വാഹനം. അത്യാവശ്യം ടച്ചപ്പും കാര്യമൊക്കെ ഉണ്ട്. ടച്ചപ്പ് ചെറിയൊരു അവിടെ ഒരു പിന്നെ എന്താ പറയുക, ബമ്പറിലൊക്കെ കോർണറിൽ ചെറിയൊരു ഡെന്റ് വർക്ക്. ZXi തന്നെയാ? അതെ, ZXi 5 അലോയ് വീല്. ശ്രദ്ധിച്ചോ, 5 അലോയ് വീല്. 4 അലോയ് വീലാണ് സാധാരണ. ഇത് 5 അലോയ് വീല്, സെയിം അലോയ് 5 അലോയ് ഉണ്ട്. 4 പിന്നെ വണ്ടിയിലുണ്ട്, 1 ഡിക്കിയിലുണ്ട്. ഓക്കെ, പിന്നെ റിയർ വൈപ്പർ എല്ലാ ഓപ്ഷനും ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്ന 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. 2008 അടക്കം വരും. പറയട്ടെ, 2008 അല്ല മോഡലെല്ലാം പറയണേ. 2008 28 വരെ പേപ്പർ. ഓക്കെ, അതായത് 23 പേപ്പർ എടുത്തു. 23 പേപ്പർ എടുത്ത് 28 വരെ പേപ്പർ. നിലവിൽ ZXi പെട്രോൾ വാഹനം, പെട്രോൾ സ്വിഫ്റ്റ്, തുരുമ്പില്ല, അടിഭാഗങ്ങളെല്ലാം ഫുള്ള് ചെക്ക് ചെയ്ത് എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണോ? എല്ലാ ഫംഗ്ഷനും ഇപ്പൊ നിലവിലുള്ള എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ്. ഓക്കെ, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു നമുക്ക് പറയുമ്പോൾ അതും കൂടെ എടുത്തു പറയാം. ഈ ഒരു ടച്ചപ്പ് വർക്കില്ലേ, ഒരു മാക്സിമം പോയാൽ ഒരു 8 രൂപ 10 രൂപയുടെ പണി. ടച്ചപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡെന്റിങ് ഉള്ളതുണ്ട്, ചെറിയൊരു ഡെന്റിങ്. നമ്മൾ അതും കൂടെ ചെയ്ത് എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 1,29,000 1,29,000 2028 വരെ പേപ്പറുള്ള സ്വിഫ്റ്റ് ZXi വീക്ക് ഓഫറാണ് എന്നതിന് പറയാ. ഈ ആഴ്ച വീക്കെൻഡ് ആയിട്ടില്ല. മാർച്ച് ഫുള്ളൊന്നും ഇതൊന്നും നിൽക്കൂല. കാരണം ഈ വിലക്കെല്ലാം കൊടുക്കുന്നതാണെങ്കിൽ എപ്പോ പുറകെ പോയിട്ടുണ്ടാവും അല്ലേ. ലോണും കാര്യമൊന്നും കിട്ടൂല. ഇതിപ്പോ ജിതിൻ വന്നപാടെ പറഞ്ഞെന്താന്ന് വെച്ചാൽ എല്ലാ വണ്ടീൻ്റെ വില ചോദിച്ചു. അപ്പോൾ ഞാൻ ഞങ്ങളെ ഈ എന്താ പറയാ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നത്, എല്ലാ വണ്ടിക്കും വില ചോദിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, എല്ലാ വണ്ടിക്കും വില ചോദിച്ചിട്ട് കുറക്ക് ഒരു 5 കൂടി കുറയ്ക്ക്, ഒരു 2 കൂടി കുറയ്ക്ക് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിന് അങ്ങനെ കുറച്ചത്. ഓക്കെ, അപ്പോൾ ഒരു സ്വിഫ്റ്റ് വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ, അടുത്ത വണ്ടിയിലൂടെ. ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കിന്റെ വിലയിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ അല്ലേ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു 29,000 ഓഫർ, അതാണ് ഓഫർ വണ്ടി. ഓക്കെ, എങ്ങനെയാ നമ്മള് ഇതും KL 13 തന്നെ കണ്ണൂരില് ജനിച്ച, പിന്നെ എവിടെ റീപ്ലേസ് ഇല്ലാത്ത ഒരു സാധനം പോലും റീപ്ലേസ് ഇല്ല. ശരിക്കും പറഞ്ഞാല് റീപെയിന്റ് പോലും കയറിയില്ല. പക്ഷെ പിള്ളേരൊക്കെ അങ്ങനെയുണ്ട്. അതിൽ കാണുന്നത് പൊട്ടിയല്ല, ബോഡിയാണ്, പെയിന്റിന്റെ കലയാണ്. അപ്പോ നല്ലൊരു വണ്ടി, കാർബറേറ്റർ എഞ്ചിനാണ്. അത്യാവശ്യം പഠിക്കാനൊക്കെ ആവശ്യമുള്ളവർക്ക്, അങ്ങനത്തെ വീട്ടിൽ നിന്ന് ഇപ്പൊ ലേഡീസിനെല്ലാം ഒന്ന് പഠിക്കണം, നമ്മള് 2 3 പഠിക്കണം, ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഒരു കാർ ഇട്ട് വാങ്ങണം, അങ്ങനത്തെ ചെറിയ എമൗണ്ടിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടി. 29,000 രൂപക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. കാർബറേറ്റർ എഞ്ചിന്, പിന്നെ AC ഇല്ല, നോർമൽ വണ്ടിയാണ്. പിന്നെ കമ്പനി സീറ്റ് കവറാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത്യാവശ്യം നല്ല എല്ലാ ഭാഗവും ബോഡി ഷേപ്പ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്, റീപെയിന്റ് ഇല്ല. പിള്ളേരൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം മൈലേജ് കിട്ടും. കാർബറേറ്ററിന് മൈലേജ് കുറവായിരിക്കും, പിന്നെ അത്ര മൈലേജ് കിട്ടൂല. ഒരു 16, 15 ആ ഒരു റേഞ്ച് മൈലേജ് കിട്ടും. ചില വണ്ടിക്ക് ഉണ്ട് കേട്ടോ 18, 20 മൈലേജ് കിട്ടുന്നുണ്ട്. നമ്മളത് പറയണ്ട. അപ്പോൾ പേപ്പർ അവസ്ഥ എന്ന് പറഞ്ഞാൽ 2027 വരെ ഫിറ്റ്നസ്. ഏതാ മോഡൽ ഇത്? 97 മോഡൽ, 2027 വരെ ഫിറ്റ്നസ്. പക്ഷെ ടാക്സ് ഈ കൊല്ലം ഡിസംബറിൽ എത്ര വരും? അത് 6,000 രൂപ. 6,000 രൂപ അല്ല, ടാക്സ് മാത്രമേ അടക്കണ്ടു, ബാക്കിയെല്ലാം ഫിറ്റ്നസ് എല്ലാം ഒക്കെ ഇൻഷുറൻസ് നിലവിലുണ്ട്, 27 വരെ പൊല്യൂഷൻ ഉണ്ട്, കാര്യങ്ങളുടെ എല്ലാം. അപ്പോൾ 29 കൊടുക്കാം. 29 രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും. വീണ്ടും ഒരു ഫസ്റ്റ് ഷേപ്പ് വാഗണറാണ്, ഒരു വൈറ്റ് കളർ.
എങ്ങനെ സൈനുക്ക ഇതിൻ്റെ കാര്യങ്ങൾ? ഇത് സെയിം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ 2008 അതേ മോഡലാണ്. 2008 LXI 28 വരെ പേപ്പർ, 2028 വരെ പേപ്പർ. പിന്നെ ഇൻഷുറൻസും കാര്യങ്ങളും പേപ്പറും എല്ലാം ഫിറ്റ്നസ് എല്ലാം ഓക്കെയാണ്. പിന്നെ എന്താ പറയുക, ബാക്കിയുള്ളതെല്ലാം നോർമൽ. LXI ആയതുകൊണ്ട് പവർ വിൻ ഉണ്ടാവില്ല. AC പവർ ഷെയറിങ് ഉള്ള വണ്ടി. നോർമൽ ഒരു ആവറേജ് ടയറും ഉണ്ട്. എബോ 50 തന്നെ ഒരു 60-70% ടയറുണ്ട്, നല്ല ടയറുണ്ട്. പിന്നെ അത്യാവശ്യം വൃത്തിയുണ്ട് വണ്ടി, വൈറ്റ് കളറാണ്, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയറും അത്യാവശ്യം കുഴപ്പമില്ല. വൃത്തിയുണ്ട്, അത്യാവശ്യം നല്ല വൃത്തി. എത്ര കൊടുക്കാം ഇത്? നമുക്ക് 99,000 രൂപ കൊടുക്കാം. 28 വരെ പേപ്പറുള്ള വാഗണറാണ്. ഇപ്പൊ എന്റെ മനസ്സിൽ വെച്ച റേറ്റ് ആണ്. ഞാൻ 1.15 ചോദിക്കുന്ന വണ്ടിയാണ്. പക്ഷെ ഞാൻ എല്ലാം കഴിച്ച്, അതായത് നമുക്കിപ്പോ ഈ മാസം 2 പെരുന്നാളിലേക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ, 2-3 വണ്ടി എന്തായാലും പോണം. ഇന്ന് നാളെ എന്ന് പറഞ്ഞാൽ പോണം. അങ്ങനെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആളുകൾ ഒരു വണ്ടി എന്നുള്ള ആഗ്രഹത്തിൽ ഈ മാസത്തിൽ പണി കിട്ടാതെ ഒരു വണ്ടി എടുത്ത് കൂടുതൽ സ്റ്റോക്ക് വരാനുണ്ട്. അങ്ങനെ ഓക്കെ. അതായത് കാര്യമായിട്ടുള്ള പ്രശ്നം അതാണ്. അതായത് ഇപ്പോൾ സ്റ്റോക്കുകൾ കുറെ കയറാനുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ വണ്ടി വിറ്റാല് റോളിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുള്ളൂ. സ്പേസും കാര്യങ്ങളെല്ലാം. കാരണം കച്ചവടം ഇങ്ങനെ ലാഭം ഇല്ലെങ്കിലും കച്ചവടം ചെയ്യണം, റോളിങ് പോകണം. പിന്നെ കസ്റ്റമേഴ്സ്, പുതിയ കസ്റ്റമേഴ്സ്. അതായത് നമുക്കിപ്പോൾ ഈ ടീം ടെക്കിന്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും ഒരു 5 കോളെങ്കിലും വരുന്നുണ്ട്. അങ്ങേ ഭാഗത്തുനിന്ന് വരുന്നത്, തെക്കൻ ജില്ലകളിൽ നിന്ന് വരുന്നത്, പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് കേരളത്തിൽ എല്ലാ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതിൽ തെക്കൻ ജില്ലയിൽ ഞാനിപ്പോൾ അത്യാവശ്യം കുറേ വണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ളതും അല്ലാത്തതായ വണ്ടികളും പുറത്തുനിന്നൊക്കെ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കസ്റ്റമേഴ്സ് കൂടുതൽ വരുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ അതൊരു ബെനിഫിറ്റ് ആണെന്നുള്ള ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ 99,000 രൂപയ്ക്ക് നമുക്ക് കൊണ്ടുപോകാം. 28 വരെ പേപ്പർ ഇന്നത്തെ ഓഫറാണ്. ഇന്ന് മാത്രമല്ല, വീഡിയോ കണ്ട് വിളിക്കുന്നത്. അടുത്ത വണ്ടിയിലോട്ട് വീണ്ടും ഒരു വാഗണറാണ്. നേരത്തെ കണ്ട ഷേപ്പല്ല, അതിനേക്കാൾ ന്യൂ ഷേപ്പാണ്. KL 13 രജിസ്ട്രേഷൻ. പുതിയ അല്ല, KL 13 രജിസ്ട്രേഷൻ. സോറി, 2013 ആണെന്ന് വിചാരിച്ചല്ലേ. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് കണ്ണൂർ വണ്ടി തന്നെ. പിന്നെ 2011 മോഡൽ. 2011 മോഡൽ VXI. അതായത് അന്ന് ഇറങ്ങുന്നതിൽ ടോപ്പ് എൻഡ് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ, റിയർ വൈപ്പർ എല്ലാം കമ്പനി വരുന്നത്. വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ്. 11 മോഡലാണ്. പിന്നെ സ്റ്റില് ഇപ്പൊ നമുക്ക് 4 പുതിയ അപ്പോളോ ടയർ. പിന്നെ അത് മാത്രമല്ല, വണ്ടിക്ക് വേറെ ഒരു എക്സ്ട്രാ ലുക്ക് എന്ന് പറയുന്നത്, വണ്ടി എവിടെയും ആ ലൈനിങ് തെറ്റിയില്ല. അങ്ങനെ ബോഡിക്കോ അല്ലെങ്കിൽ വർക്കൊന്നും ചെയ്തിട്ടില്ല. തലയെടുപ്പുണ്ട്. വണ്ടി ഒരു റീപെയിന്റ് കയറിയിട്ടില്ല. പിന്നെ തളർന്നിട്ടില്ല വണ്ടി. അങ്ങനെ ഒരു കണ്ടാലറിയാലോ. ചിലപ്പോൾ ഞാൻ ഇന്നലെ 2016 വണ്ടി നോക്കിയത്. 16 വണ്ടി ഇതെന്റെ വണ്ടി ആയതുകൊണ്ട് പറയുന്നല്ല, ഇതിന്റെ പകുതി ഒരു ലുക്കില്ല. ചില വണ്ടികൾക്ക് കൊണ്ടുനടക്കുന്ന രീതി ഉണ്ടോ? ചില ആൾക്കാർ കൊണ്ടു നടക്കുന്നുണ്ട്. 2.5 വർഷം മുമ്പേ ഞാൻ തന്നെ ഒരു പാർട്ടിക്ക് കൊടുത്ത വണ്ടിയാണ്. അവര് ഗൾഫിൽ പോകുമ്പോൾ തിരിച്ച് ഏൽപ്പിച്ചതാണ്. 11 മോഡല്. 2011 93 ഓണർഷിപ്പ് എത്രയാ? ഇതിപ്പോ 3ാമത്തെ ഓണർഷിപ്പാണ്. നമ്മള് കുറെ വണ്ടിയിൽ ഓണർഷിപ്പ് വിട്ട് പോയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി അപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ സിംഗിൾ ഓണർ വണ്ടി ഉണ്ട്. അപ്പോൾ ഇത് എത്ര കൊടുക്കാം? ഇത് 3ാമത്തെ RC ആണ്. ഇതിപ്പോ നമുക്ക് ഒരു 1,99,000 രൂപ കൊടുക്കാം. 1,99,000 2011 വാഗണർ. വാഗണർ VXI. അത് എടുത്ത് പറയാം. 1.5 ലക്ഷം കിട്ടുമോ ലോണ്? 1.5 ലക്ഷം ലോൺ കിട്ടും. അടുത്തതാ ലോഡ് ആൾട്ടോ. ഏത് വലിവും പവറും സാധനമാണ്. AC ഓഫ് ചെയ്ത ഒന്നും പറയണ്ട. എങ്ങനെയാ കാര്യങ്ങള്? ഇതിപ്പോ 2011 വണ്ടി. 2011 ആൾട്ടോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. വണ്ടിയാണ്. ചിലതിന് പണിയുണ്ട്, ഇന്ന പണിയുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ. ഇതിനൊന്നും ഇല്ല. ഒരു സീറ്റ് കവർ വേണമെങ്കിൽ അടിച്ചിട്ട് കഴിഞ്ഞാൽ സീറ്റ് കവർ അടിക്കണം. മെക്കാനിക്കലി സൂപ്പർ. AC പക്കാ വർക്കിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല നല്ല ടൂണിംഗ് ആണ്. ഈ ചില ഇഞ്ചിൻ ടൂണിങ് പെട്രോൾ വണ്ടീനെ സൈലൻസർ പച്ചവെള്ളം പറ്റുന്നില്ല, ശ്രദ്ധിച്ചില്ല? അത് നല്ല വണ്ടിയായിരുന്നു, നല്ല ടൂണിങ് ആയിരുന്നു. അതൊരു പ്രത്യേകതയുള്ള വണ്ടിയാണ്. പിന്നെ 10 നല്ല നമ്പറാണ്. KL 13W. ഇന്നത്തെ മൊത്തം വണ്ടി KL 13 ഫുള്ള് കണ്ണൂർ വണ്ടി. നമ്മള് സാധാരണ എല്ലാം മിക്സ് ആയിരിക്കും. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, കണ്ണൂര്, മലപ്പുറം എല്ലാം. KL 60 കാണിച്ചു. അവർ KL 60, 1-2 KL 60.
പക്ഷെ ഇന്ന് മൊത്തത്തിൽ കണ്ണൂർ വണ്ടിയാണ് കൂടുതൽ. നമ്മൾ കാണിച്ചതിൽ ഏകദേശം എല്ലാ വണ്ടിയും കണ്ണൂരിൽ നിന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഓട്ടം എത്രയാ? ഇത് ഓട്ടം 80 സംതിങ് 80 ചോടെ 80 ചോടെ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് RC ഓണറാണ്. വേറെ നിലവിൽ എടുക്കാനുള്ള പണി മെക്കാനിക്കൽ വർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ടച്ചപ്പ് വർക്കും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാനില്ല. പുറകിൽ നല്ല അടിപൊളി ടയർസ് ഉണ്ട്. പുറകില് നല്ല ടയർ, അടിപൊളി ഇവിടെ കാണുന്നുണ്ട്. നല്ല ടയർ, അത് നല്ല ടയർ, അത് പുതിയ ടയറാണ്. അത് ഇപ്പൊ ഇട്ടതാണ്, ഓടിയിട്ടില്ല. അത് ബാക്കിയുള്ളതിൽ ഇത് ആവറേജേ ഉള്ളൂ. പുതിയ ടയർ എന്ന് പറയുന്നത് ഒരെണ്ണം മാത്രം. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല കുറച്ച് ഓടാനുള്ള ടയറാണ്. ഇത് നമുക്ക് ഒരു നല്ലൊരു റേറ്റ് കൊടുക്കാം. എത്ര കൊടുക്കാൻ പറ്റും ഉദ്ദേശിക്കുന്നത്? 2011 ആ 1.30 ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കുന്നില്ല. എന്തിനാ? നമുക്കിതൊരു 1.24 കൊടുക്കാം. 1.24. ഓക്കെ. ഫൈനലാ? നല്ല റേറ്റ് ആണ്. ഫൈനലാ? നല്ല വണ്ടിയാണ്. ഫൈനൽ റേറ്റാ? നല്ല അടിപൊളി വണ്ടിയാണ്. എന്താ പറയുന്നത്? ഫൈനലാണോ? നമുക്ക് നോക്കിയിരിക്കാം. കസ്റ്റമർ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചെയ്തു കൊടുക്കാം. കാരണം ഇന്നത്തെ എല്ലാം ഓഫർ പ്രൈസ് അറിയാലോ. അപ്പോൾ ഇതും ഏകദേശം ഓഫർ പ്രൈസ് പോലെ ഉള്ളത്. നമ്മൾ ആരെയും വെറുപ്പിക്കൂല. കസ്റ്റമർ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യൂല, വെറുപ്പിക്കൂല. പോരെ. അടുത്തത് ഒരു വൈറ്റ് 800 KL13 തന്നെ വണ്ടി. അതെ. എങ്ങനെയാ? AC അത്? ഇതും KL13 AC. ഓക്കെ. പിന്നെ 2000 ഇതിൽ പറയാൻ ഒരുപാട് 2000 അല്ലല്ലോ 2007. 2007 27 വരെ പേപ്പർ, പുതിയ ഇൻഷൂർ, പുതിയ ബാറ്ററി, പിന്നെ പുതിയ പൊല്യൂഷൻ, പുതിയ ടയർ, AC എല്ലാം പക്കാ വർക്കിംഗ് ആണ്. വണ്ടി മാത്രം പഴയതാണ്, പക്കാ വർക്കിംഗ്. അല്ല വണ്ടി വേറെ തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഉപയോഗിക്കാൻ നല്ല സുഖമുള്ളതാണ്. നേരത്തെ കണ്ട പോലെ ഡ്രൈവ് പഠിക്കാൻ മാത്രമല്ല, അത്യാവശ്യം ഒരു കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. കൊണ്ടുനടക്കാം, ഒരു ഫാമിലിക്കൊക്കെ കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ യങ്സ്റ്റേഴ്സ്, അതായത് ഇപ്പോഴത്തെ കോളേജ് പിള്ളേർ അങ്ങനത്തെ അവർക്കൊക്കെ മോഡിഫൈ ചെയ്യാനൊന്നും ഇല്ല. ഇത് 800 തന്നെ ഭയങ്കര സംഭവമാണ്. പ്രൈസ് പറയണ MPFI ആണ് വരിക. മൈലേജ് അത്യാവശ്യം ഉണ്ടാവും. നല്ല മൈലേജ് ഉണ്ട്. പിന്നെ ഫുൾ ബട്ടൺ ടയർ കേട്ടോ. ഫ്രണ്ട് 2 ഫുൾ പുതിയ ടയർ, ബാക്ക് ഒരു ആവറേജ്. പേപ്പർ എത്ര വരെ പറഞ്ഞു? 27 വരെ, 2027 വരെ. എത്രയാ? ഇത് നമുക്കൊരു 74 രൂപ കൊടുക്കാം. 27 വരെ പേപ്പറുള്ള 800 കോൺടാക്ട് ചെയ്യാം. എല്ലാം വർക്കിംഗ് അല്ലേ? എല്ലാം വർക്കിംഗ്, AC എല്ലാം പക്ക വർക്കിംഗ്. ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ആൾട്ടോ തന്നെയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013. ഇത് KL13. ഇതും KL13. ഓക്കെ, ആയിക്കോട്ടെ. KL13 X, KL13 R, KL13 W, KL13 Z എല്ലാം കണ്ണൂർ വണ്ടി. അപ്പോൾ ഇത് 2011 ഡിസംബർ വണ്ടിയാണ്, ലാസ്റ്റ് വണ്ടി. 12 മോഡൽ ഇല്ലാന്നേ ഉള്ളൂ. 2011 ലാസ്റ്റ് വണ്ടി. അത്യാവശ്യം നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതും ഒരു ടയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റേ വണ്ടീനെ പറഞ്ഞ പോലെ ഫുള്ളില്ലെങ്കിലും ആവറേജിന്റെ മുകളിലുണ്ട്. അത്യാവശ്യം നല്ല വണ്ടി. ഇതൊരു ഓഫർ പ്രൈസ് കൊടുക്കാം. എത്രയാ? ഒരു 1,09,000 രൂപക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കൊടുക്കാം. 19/2011 ലാസ്റ്റ് അൾട്ടോ ആണ്. അതും ഇൻഷൂർ പുതിയത് കെട്ടിയിട്ട് കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് അല്ല? ഓക്കെ. ശ്രീരാമ അങ്ങനത്തെ ലോൺ കിട്ടുമായിരിക്കും അല്ലേ? 11 ലോൺ കിട്ടും. ഫൈനാൻസിന്റെ ലോൺ തന്നെ കിട്ടും. ശ്രീരാം അല്ലാത്ത ഫൈനാൻസിന് ലോൺ കിട്ടും. ബാങ്ക് തന്നെ കിട്ടും. പക്ഷേ അന്നേരം അധികം ലെങ്ത് കിട്ടില്ല. അതായത് 2 കൊല്ലമൊന്നും കിട്ടില്ല. കാലാവധി കുറച്ച് കിട്ടും. ഒരു കൊല്ലം 1.5 കൊല്ലം മാക്സിമം അങ്ങനെ കിട്ടുള്ളൂ. 2011 വണ്ടിയാണ്. ലോൺ വേണ്ട ആവശ്യമില്ല. ലോൺ ഇട്ടാൽ നഷ്ടമായിരിക്കും. 1.9 എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് ആണ്. നല്ല പ്രൈസാണ്. അതായത് പെട്ടെന്ന് തന്നെ ക്യാഷ് ഇട്ട് എടുക്കേണ്ട പ്രൈസാണ്. ഇത് എന്തിനാ ഇങ്ങനെ വില കുറക്കുന്നത്? എന്തിനാ? സ്റ്റോക്ക് മാറി വരെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ചെയ്യുക. അതായത് പുതിയ സ്റ്റോക്ക് കയറാൻ വേണ്ടി. എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഓൾമോസ്റ്റ് സ്റ്റോക്ക് കാണിച്ചു കഴിഞ്ഞു. അത് വേറെ വണ്ടിയാണ് അതിൻ്റെ അപ്പുറം. അതെ, വണ്ടി. അതുകൊണ്ട് പിന്നെ വേറെ തന്നെ ഒരു കാര്യം പറയാം. നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഏതെങ്കിലും വരും, അതായത് സ്വിഫ്റ്റ് പെട്രോള്, സ്വിഫ്റ്റ് ഡീസൽ, ബലേനോ അല്ലെങ്കിൽ താറ്, റീവണ്ടി, റീല് തന്നെ ലക്ഷറി എല്ലാം എടുക്കുന്നുണ്ട്. വെന്യൂ, അതുപോലെ നമ്മുടെ i20 പെട്രോളുണ്ട് 2015 നല്ല വണ്ടി, 80,000 കിലോമീറ്റർ ഓടിയ. അങ്ങനത്തെ ഉണ്ട് കയ്യിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ കിയ സെൽട്ടോസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് ഓഫ് കോർണറിൽ. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും, മറന്നു വേണ്ട. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. സൈനുക, അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ഓക്കെ. ഹാപ്പി റംസാൻ.